In our previous class, we have seen that the magnetic potential A and hence the field B of a magnetized object is the same as that would be produced by a volume current density JB throughout the material plus a surface current density KB on the boundary of that material, and where JB and KB are called bound currents, and JB is given by del cross M and KB is equal to M cross n cap, where n cap is a unit vector perpendicular to the surface. Now let us explain what are the physical interpretations what we got what are the physical interpretations of these bound currents, volume current and surface current. Let us consider the case of surface current first, the physical interpretation of bound currents. So consider a thin slab of uniformly magnetized material of thickness T. So uniformly magnetized means ഒരു മെറ്റീരിയൽ യൂണിഫോം ഒരു T thickness ഉള്ള ഒരു മെറ്റീരിയൽ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വയ്ക്കുകയാണ്. സോ മാഗ്നറ്റൈസേഷൻ മീൻസ് മാഗ്നറ്റിക് പോളറൈസേഷൻ, അതായത് ഇതിലെ ഓരോ ആറ്റത്തിനെയും നമുക്ക് ടൈനി ഡൈപോൾസ് ആയിട്ട് കണക്കാം. ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നിനെയും നമുക്ക് ടൈനി ഡൈപോൾസ് ആയിട്ട് കണക്കാക്കാം. ഈ ഡൈപോൾസ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വയ്ക്കുമ്പോൾ ദേ വിൽ ഓറിയൻറ്റ് in some direction. So that is called magnetic polarization. അപ്പോൾ അങ്ങനെ ടൈനി ഡൈപോൾസ് ഒക്കെ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൽ അലൈൻ ചെയ്യുന്നതിനാണ് മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ സപ്പോസ് മാഗ്നറ്റൈസേഷൻ ഇൻ ദിസ് ഡയറക്ഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് പോയിൻറ്റിംഗ് ഔട്ട് ഓഫ് ദിസ് പേജ്. നൗ ഈ ആറ്റത്തിന് ടൈനി ഡൈപോൾസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം, ഒരു ആറ്റത്തിന് ടൈനി ഡൈപോൾസ് ആയിട്ട് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആറ്റം ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഡൈപോൾ അതിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഈ ഒരു ഡയറക്ഷനിലേക്ക്, മാഗ്നറ്റൈസേഷൻ ഈ ഡയറക്ഷൻ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ചിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഡൈപോളിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. തൊട്ടടുത്ത ഡൈപോളിലും അതേ ഡയറക്ഷൻ, മാഗ്നറ്റൈസേഷൻ എല്ലാം സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവിടെയും ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ട് നൈബറിങ് ഡൈപോൾസിനെ നോക്കുകയാണെങ്കിൽ അതിലെ കറണ്ട്, രണ്ട് സെല്ലുകളുടെ കറണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. സോ ഫോർ എക്സാമ്പിൾ ഈ ഒരു സൈഡിലെ കറണ്ട് ഫ്ലോ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. തൊട്ടടുത്ത സെല്ലിൽ നോക്കുകയാണെങ്കിൽ സെയിം കറണ്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ നൈബറിങ് സെല്ലുകളുടെ കറണ്ടുകൾ തമ്മിൽ എഫക്റ്റീവ്ലി ക്യാൻസൽ ചെയ്യാണ് ഉണ്ടാവുന്നത്. So all the internal currents cancels since the adjacent loop carry current in opposite direction. അതുപോലെ തന്നെ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ കറണ്ട് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്, മുകളിലത്തെ ലൂപ്പിൻ്റെ ആണെങ്കിൽ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അങ്ങനെ ഇങ്ങനെ എടുക്കുന്ന ഈ ഇൻറ്റേർണൽ സെല്ലുകളിലെല്ലാം അതിൻ്റെ കറണ്ടുകൾ അഡ്ജസൻറ്റ് സെല്ലുമായിട്ട് ക്യാൻസൽ ചെയ്ത് പോവുകയാണ്. സോ ഇഫക്റ്റീവ്ലി അവിടെ ആ കറണ്ട് ഒരു ഇഫക്റ്റീവ് മാഗ്നറ്റൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പിന്നെ എന്താണ് ഉണ്ടാകുന്നത്, നമ്മളൊരു ഈ എഡ്ജിലേക്ക് വരികയാണെങ്കിൽ, ഈ ബൗണ്ടറിയിൽ വരികയാണെങ്കിൽ ഇവിടുത്തെ കറണ്ടുകൾ നോക്കുകയാണെങ്കിൽ ഈ കറണ്ട് അടുത്തുള്ള കറണ്ടായിട്ട് ക്യാൻസൽ ചെയ്യും, ഈ കറണ്ട് ഇതിന് മുകളിലുള്ള കറണ്ടായിട്ട്, ഇവിടെയുള്ള കറണ്ട് ഇതിന് താഴെ വരുന്ന ലൂപ്പിലെ കറണ്ടുമായിട്ട് ക്യാൻസൽ ചെയ്യും. പക്ഷേ ഈ എഡ്ജിൽ വരുന്ന കറണ്ട് ക്യാൻസൽ ചെയ്യാനായിട്ട് ഇതിനപ്പുറത്ത് വേറൊരു അഡ്ജസ്റ്റൻറ്റ് സെല്ലില്ല. സോ അത് മാത്രം സർവൈവ് ചെയ്യും. അപ്പോൾ ഈ എഡ്ജിൽ ഇതുപോലെ വരുന്ന, ഇപ്പോൾ തൊട്ടടുത്ത സെല്ലിൻ്റെ ആണെങ്കിൽ സോ ഓൾ ദി internal currents cancel since the adjacent loop carries opposite direction, current in opposite direction. But at the edge of this slab there is no adjacent loop to cancel the current. അപ്പോൾ ഈ അഡ്ജസൻറ്റ് ലൂപ്പുകളിലെ ഈ എഡ്ജിൽ വരുന്ന കറണ്ട് ലൂപ്പുകളിലെ എല്ലാം കറണ്ടുകൾ സർവൈവ് ചെയ്യാണ്. എഫക്റ്റീവ്ലി ദേ കോൺസ്റ്റിറ്റ്യൂട്ട് എ കറണ്ട് ഐ. അപ്പോൾ ഇതിൻ്റെ ബൗണ്ടറിയിൽ വരുന്ന ഈ റിബൺ ഷേപ്പ് സ്ട്രക്ചറിൽ വരുന്ന ഒരു കറണ്ട് മാത്രമാണ് അതിൽ സർവൈവ് ചെയ്യുന്നത്. സോ ദ ഹോൾ തിങ് ഈസ് ഈക്വലൻ ടു, ഇതിന് നമ്മൾ മൈക്രോസ്കോപ്പിക്കലി അനലൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ടൈനി ഡൈപോൾസ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാമെങ്കിലും മാക്രോസ്കോപ്പിക്കലി ഇഫക്റ്റീവ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ഹോൾ തിങ് ഈസ് ഈക്വലൻ ടു എ സിംഗിൾ റിബൺ ഓഫ് കറണ്ട് ഐ ഫ്ലോയിങ് അറൗണ്ട് ദ ബൗണ്ടറി. ഈ ബൗണ്ടറി കൂടെ ഒരു കറണ്ട് ഐ ഫ്ലോ ചെയ്യുന്നതായിട്ടാണ് നമുക്കൊരു നെറ്റ് ഇഫക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. നൗ we can obtain the expression for the surface current. So the dipole moment of tiny loop of area A is given by small m is equal to cap sum magnetization times volume. This is from the definition of magnetization. Magnetization is defined as the dipole moment per unit volume. So dipole moment is magnetization times volume. So here volume means ഓരോ tiny dipoles ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയ ടൈംസ് തിക്നെസ്. സോ ഏരിയ ഈസ് എ, ഓരോ ടൈനി ഡൈപോളിൻ്റെയും ഈ കറണ്ട് ക്യാരിങ് ലൂപ്പിൻ്റെ ഏരിയ എ ആണ്, ഇതിൻ്റെ തിക്നെസ് ടി ആണെന്ന് വെച്ചാൽ വോളിയം ഈസ് എ ടി. Now we have also from the definition of dipole moment m is equal to current into area of the loop.
ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ഡിഫൈൻ ചെയ്ത് നമ്മളിങ്ങനെയാണ് കറണ്ട് ഇൻറ്റു കറണ്ട് ടൈംസ് ഏരിയ ഓഫ് ദി ലൂപ്പ്. സോ IA. So we have two expressions for dipole moment. We can, that is equation 1 and 2. We can equate the right hand side. So A cancels on both sides. We can get the expression for current is magnetization times thickness. Now, by the definition of surface current, KB, surface current K is defined as current per unit length perpendicular to the flow. Current flowing per unit length perpendicular to the flow. ഇവിടെ കറണ്ട് പോകുന്നത് ഈ സർഫസിൽ, ഈ റിബൺ ഷേപ്ഡ് സർഫസിലാണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലെങ്ത് ആണ്. ഈ ലെങ്ത് എന്താണ്? അതിൻ്റെ തിക്നെസ് ആണ്. സോ ഇറ്റ് ഈസ് ഗിവൺ ബൈ കറണ്ട്, ദാറ്റ് ഈസ് I, flowing per unit area, unit length perpendicular to the flow, that is the thickness I by T, and I is given by MT by equation 3, so MT divided by T, so T cancels, we'll get M. So T cancels, we get M. So the magnitude of surface current density is the same as magnetization, magnitude of magnetization. Now we can express this in a beautiful vector notation. Vector KB is equal to M cross n cap, where n cap is a unit vector perpendicular to the ribbon side. ഈ റിബൺ സൈഡിലെ ഓരോ സർഫസിനും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നു. ഫോർ എക്സാമ്പിൾ ഈ സൈഡിൽ ഔട്ട്വേർഡ് നോർമലാണ്, ഈ റിബൺ സൈഡിൽ നിന്നുള്ള ഔട്ട്വേർഡ് നോർമലാണ് എൻ ക്യാപ്പിന് ഡിനോട്ട് ചെയ്യുന്നത്. ഈ സൈഡിലാണെങ്കിൽ എൻ ക്യാപ്പ് ഈ ഡയറക്ഷനിലാണ്, ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്, ഇവിടെയാണെങ്കിൽ എൻ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ റിബൺ സൈഡ് സർഫസിന് ഔട്ട്വേർഡ് നോർമലാണ് എൻ ക്യാപ്പ്. സോ എം ക്രോസ് എൻ ക്യാപ്പ് സർഫസ് കറണ്ട്. ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കറണ്ട് ഈ ഒരു ഡയറക്ഷനിലാണ് പോകുന്നത്. മാഗ്നറ്റൈസേഷൻ ഔട്ട് ഓഫ് ദിസ് പേജ്, ഈ റെഡ് കളർ പെൻ മാഗ്നറ്റൈസേഷൻ റെപ്രസെൻ്റ് ആയെന്ന് വയ്ക്കുക. ഈ ഒരു പർട്ടിക്കുലർ സെല്ല് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. സോ എം ക്രോസ് എൻ ക്യാപ്പ്, എം ക്രോസ് എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിൽ വരുമ്പോൾ കറണ്ട് ഇങ്ങോട്ടാണ് വരുന്നത്. ഇനി ഈ ഒരു സെല്ലിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ യൂണിറ്റ് വെക്ടർ ഈ ഡയറക്ഷനാണ്, എം ക്രോസ് എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. എഫക്റ്റീവ്ലി എം ക്രോസ് എൻ ക്യാപ്പ് ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് കറണ്ട്, അതല്ലെങ്കിൽ ഈ റിബൺ ഷേപ്പ് സർഫസിൽ കൂടെ പോകുന്ന ആ ഡയറക്ഷനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ കെ ബി ഈസ് ഗിവൺ ബൈ എം ക്രോസ് എൻ ക്യാപ്പ്. Now we can make the following conclusions from this expression, that is no current on top and bottom of the surface. Why? No surface current ഈ റിബൺ ഷേപ്ഡ് സർഫസിൽ മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ ടോപ്പ് സർഫസിൽ ബോട്ടം സർഫസിൽ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ്? എം ക്രോസ് എൻ ക്യാപ്പ്. ഈ സർഫസിൽ എന്താണ് എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ് വരുന്നത്. ഡൗൺവേർഡ് ഇതിൻ്റെ ബോട്ടം സർഫസിലാണെങ്കിലോ എൻ ക്യാപ്പ് ബോട്ടം ഡയറക്ഷനിലാണ് വരുന്നത്. എപ്പോഴും ഔട്ട്വേർഡ് നോർമലാണ്, സർഫസിൻ്റെ ഔട്ട്വേർഡ് നോർമലാണ് എൻ ക്യാപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ എൻ ക്യാപ്പും എമ്മും പാരലലാണ്. ദിസ് ഈസ് പാരലൽ ടു ദി സർഫസ്. സോ ഇവിടെ എം ക്രോസ് എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ബോട്ടം സർഫസിലും എം ക്രോസ് എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ് വരുന്നത്, അവിടെയും 0 ആണ് വരുന്നത്. സോ ടോപ്പ് സർഫസിലും ബോട്ടം സർഫസിലും ഇല്ല, ഈ സൈഡിൽ റിബൺ സർഫസിൽ മാത്രമാണ് ഇവിടെ കറണ്ട് വരുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കൺക്ലൂഷൻ ദാറ്റ് വി ക്യാൻ മേക്ക്. Second is that KB is bound surface current. KB, the subscript B stands for bound. Why it is called bound? That is no single charge make up a whole trip. എങ്ങനെയാണ് ഇവിടെ കറണ്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ അനലൈസ് ചെയ്തപ്പോൾ കണ്ടായിരുന്നു, ഓരോ ചാർജും അല്ലെങ്കിൽ ഓരോ ഇലക്ട്രോണും ഈ ഒരു ടൈനി ലൂപ്പിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അഡ്ജസ്റ്റൻറ്റ് ലൂപ്പിലെ കറണ്ടുകളായിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഇഫക്റ്റീവ്ലിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ ദിസ് ഈസ് ദി നെറ്റ് ഫ്ലോ ഓഫ് കറണ്ട്, നെറ്റ് ഫ്ലോ ഓഫ് ചാർജ്. ഒരു ഇലക്ട്രോണും ഒരു കംപ്ലീറ്റ് ട്രിപ്പ് ഈ റിബണിന് ചുറ്റും പോകുന്നില്ല, എല്ലാവരും അവരുടെ ടൈനി ലൂപ്പിന് ചുറ്റും, ടൈനി ലൂപ്പ് മാത്രമാണ്, ആ ഒരു ടൈനി ലൂപ്പിൽ മാത്രമാണ് അത് റിവോൾവ് ചെയ്യുന്നത്. പക്ഷേ നെറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഈ റിബണിന് ചുറ്റും പോകുന്നത് പോലെയാണ് തോന്നുന്നത്. ദീസ് ഇലക്ട്രോൺസ് ആർ ബൗണ്ടഡ് ടു ദി ആറ്റംസ്, ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് കോൾഡ് ബൗണ്ട് ചാർജസ്. No single charge make up the whole trip on the loop. Each charge move in tiny loop, but the net effect is a macroscopic current over the surface. A net effect ആണ് ഈ ഒരു കറണ്ട് I നമുക്ക് തരുന്നത്. And it is bound means every charge is attached to a particular atom, but it is a genuine current and produce a magnetic field in the same way as other loop current. ഇനി നമ്മൾ ഇതൊരു മെറ്റീരിയൽ അല്ലാതെ സിംപിളി ഒരു മെറ്റാലിക് റിബൺ മാത്രമായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഈ ഐ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണോ അതേ മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ്, ഒരു ജെനുവിൻ കറണ്ട് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ് ഈ മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയലിലെ ഇൻറ്റേർണൽ കറണ്ട്സ് ഒക്കെ ക്യാൻസൽ ചെയ്ത് ഈ സർഫസിൽ കൂടെ വരുന്ന ഈ ബൗണ്ട് കറണ്ട്സ് ഫോം ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. So this microscopic structure is equivalent to a macroscopic current. That is what this surface current called. And this is called surface current because bound surface current because it is bounded. Charges are bounded to the atoms, that particular atom. No charge make a complete trip to produce this macroscopic current I.
Next we will explain, give the physical interpretation of volume current density.